ത്രിയേക ദൈവത്തിൻ്റെ ധന്യനാമത്തിന് ബോധമുണ്ടായിരിക്കട്ടെ. ആദരണീയനായ വാച്ചൻ, വന്യ വൈദിക ശ്രേഷ്ഠൻ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. വളരെ സന്തോഷത്തോടെയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. കാരണം ഈ പുണ്യഭൂമിയിൽ നിൽക്കുവാനും പരിശുദ്ധനായ പരിമളത്തിൽ കബറടക്കപ്പെട്ട ഈ മനോഹരമായ ദേവാലയത്തിൽ നിൽക്കുവാനും ദൈവം തമ്പുരാൻ ബലഹീനനായി എനിക്ക് ഒരു അവസരം നൽകിയതിനായി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ. നാം ആചരിക്കുന്ന ദിവസം വാങ്ങിപ്പിന് ശേഷമുള്ള 4ാമത്തെ ഞായറാഴ്ചയാണ്. വായിച്ചേട്ട വിശുദ്ധ ഏവൻഗേലിയൻ ഭാഗം വിശുദ്ധ മത്തായി ശ്ലീഹാ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 38 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മത്തായി ശ്ലീഹയെ കുറിച്ച് പറയുമ്പോൾ വേദപുസ്തക പണ്ഡിതന്മാരുടെ കാഴ്ചപ്പാട് വിശുദ്ധ മത്തായി ശ്ലീഹ യേശുവിനെ 2ാം മോശനായി കണ്ടെത്തി. പുതിയ നിയമത്തിലെ ആളുകൾക്ക് ഒരു പുതിയ ഉടമ്പടി കൊടുത്തുകൊണ്ട്, എന്നാൽ ഈ വേദഭാഗത്തിന്റെ ആദ്യത്തെ ഭാഗത്ത് യേശു നമ്മെ കുറെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. 5-ാം അധ്യായം മുഴുവൻ തന്നെ യേശുവിന്റെ പഠിപ്പിക്കലുകളാണ്. എന്നാൽ ഇന്നത്തെ വേദഭാഗത്തിന്റെ പ്രാധാന്യത യേശു നമ്മെ 2 കാര്യങ്ങളെ പറ്റി പഠിപ്പിക്കുന്നു. ഒന്ന്, നിങ്ങൾ പ്രതികാരം എടുക്കരുത്. 2, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുക. ഈ വേദഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വേദഭാഗത്തിന്റെ ആദ്യത്തെ ഭാഗത്ത് യേശു പഠിപ്പിക്കുന്നു, നിങ്ങൾ പ്രതികാരം എടുക്കരുത്. നിങ്ങളോട് തെറ്റ് ചെയ്യുന്നവർക്ക് നിങ്ങൾ പ്രതികാരം എടുക്കരുത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ യേശുവിൻ്റെ ഈ പഠിപ്പിക്കലുകൾ എത്രമാത്രം പ്രശസ്തിയുണ്ട് എന്ന് നാം ഓരോരുത്തരും നമ്മൾ തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. കാരണം നാം നമ്മുടെ ജീവിതത്തിൽ പ്രതികാരമെടുക്കാറില്ല. ഉണ്ട്. വേറൊരു തരത്തിൽ നാം ചിന്തിക്കുമ്പോൾ പ്രതികാരത്തിൻ്റെ ഈ വികാരം എവിടെ നിന്നാണ് വരുന്നത്? എപ്പോഴാണ് വരുന്നത്? ആരെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മെ വേദനിപ്പിക്കുമ്പോൾ, നമ്മെ ഉപദ്രവിക്കുമ്പോൾ, നമ്മെ പീഡിപ്പിക്കുമ്പോൾ നമുക്ക് പ്രതികരിക്കാനുള്ള തോന്നൽ വരാറുണ്ട്. വേദനയും ഉപദ്രവവും പീഡിപ്പിക്കലും ഏത് രീതിയിലുമായിക്കൊള്ളട്ടെ, അത് ഏത് മേഖലയിലുമായിക്കൊള്ളട്ടെ, മനുഷ്യരായി നമുക്ക് പ്രതികരിക്കാൻ തോന്നും. ഈ പ്രതികാരത്തിലാണ് നാം അടക്കിക്കൊള്ളേണ്ടത്. പ്രതികാരത്തിനെ നമുക്ക് നിയന്ത്രിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ 3 കാര്യങ്ങൾ നാം പാലിക്കേണ്ടിയിരിക്കുന്നു. 1, ക്ഷമിക്കാനുള്ള മനസ്സുണ്ടായിരിക്കണം. 2, സഹനശക്തി ഉണ്ടായിരിക്കണം. 3, സ്നേഹിക്കുവാനുള്ള മനസ്സുണ്ടായിരിക്കണം. A heart to forgive, a heart to tolerate, and a heart to love. ഒരു വ്യക്തി നമ്മോട് തെറ്റ് ചെയ്യുമ്പോൾ, അറിഞ്ഞോ അറിയാതെയോ നമ്മളെ വേദനിപ്പിക്കുമ്പോൾ നമ്മൾ എത്ര പേര് ക്ഷമിക്കാൻ തയ്യാറാണ്? ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ദൈവത്തെ അനുസരിക്കാതെ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ നാം എത്രമാത്രം ദൈവത്തെ വേദനിപ്പിക്കുന്നു. പക്ഷേ ദൈവം നമ്മുടെ മേൽ കരുണ കാണിച്ച് നമ്മെ ഇത്രത്തോളം നടത്തുന്നതിൻ്റെ കാരണം ദൈവം നമ്മെ സ്നേഹിക്കുന്നവനാണ്. എന്നെ കേൾക്കുന്ന വിശ്വാസികളുടെ സമൂഹമേ, നാം പ്രതികരിക്കാതെ ക്ഷമിച്ച്, സഹിച്ച്, സ്നേഹിച്ച് വേണം നാം ഓരോരുത്തരും ജീവിക്കാൻ. അതിലെ ദൈവം പ്രീതിപ്പെടും. ഈ വേദഭാഗത്തിന്റെ 2ാം ഭാഗത്ത്, അതായത് അതിൻ്റെ അവസാന ഭാഗത്ത് യേശു പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കാൻ. ലവ് യുവർ എനിമീസ്. ശത്രുക്കളെ സ്നേഹിക്കുന്നത് ഒരു സർവ്വസാധാരണമായ ഒരു കാര്യമല്ലല്ലോ. പക്ഷേ യേശു തമ്പുരാൻ നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുക, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക.
എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് എത്ര പേര് ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്? നമ്മോടാരെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ക്ഷമിക്കാനായിട്ട് നമ്മൾ എത്ര പേര് തയ്യാറാണ്? സുഹൃത്തുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ അതിനുപരി ശത്രുക്കൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ അതിനൊരു വ്യത്യാസമുണ്ട്. അതിൽ ദൈവം പ്രീതിപ്പെടുന്നു. നമ്മുടെ ഈ ലൗകിക ജീവിതത്തിൽ ശത്രുക്കളില്ലാത്ത ആരും തന്നെയില്ല. ശത്രുക്കൾ അവരെ വെറുക്കുകയും സുഹൃത്തുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിൽ യാതൊരു പ്രശസ്തിയുമില്ല. അതിൽ ദൈവം പ്രീതിപ്പെടുന്നതുമില്ല. മറിച്ച് നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അതിലൊരു വ്യത്യാസമുണ്ട്. അതാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ക്രിസ്തുവിന്റെ ഈ പഠിപ്പിക്കലുകൾ ഇന്നത്തെ തലമുറയ്ക്ക് തീർച്ചയായും ഒരു വെല്ലുവിളിയാണ്. കാരണം നാം നമ്മെ തന്നെ ക്രിസ്ത്യാനികൾ എന്ന് വിശേഷിപ്പിക്കുന്നു. പക്ഷേ സത്യത്തിൽ നമ്മൾ എത്ര പേര് ഇത് നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട്, അനുസരിക്കുന്നുണ്ട്, പാലിക്കുന്നുണ്ട് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഗോൽഗോഥ മലയിലും യേശു ക്രൂശിക്കപ്പെട്ടവരും ആ മുൾക്കിരീടത്തിന്റെയും ആണികളുടെയും തീവ്രമായ വേദന അനുഭവിച്ചപ്പോഴും യേശു ക്രിസ്തു എന്താണ് പറഞ്ഞത്? പിതാവേ, ഇവർ ചെയ്യുന്നത് ഇവർക്ക് അറിയാതെ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്നായിരുന്നു. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലായ നമ്മൾ ഈ ഒരു സെയിം പ്രിൻസിപ്പിൾ നമ്മുടെ ജീവിതത്തിൽ അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഈ ലൗകിക ജീവിതത്തിൽ നമ്മൾ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരെ സ്നേഹിക്കണം. ക്ഷമയുടെയും സഹനശക്തിയുടെയും സ്നേഹത്തിൻ്റെയും മാർഗങ്ങൾ ഉപയോഗിച്ച് നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം 48-ാം വാക്യം പറയുന്നത് പോലെ നമ്മുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്നത് പോലെ നാം ഓരോരുത്തരും സൽഗുണപൂർണ്ണനായിരിക്കണം. ആയതിനാൽ തിരുവോണത്തിൻ്റെ ഈ ഒരു നല്ല ദിവസത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ക്ഷമിച്ച് സഹിച്ച് സ്നേഹിച്ച് ജീവിക്കാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. ദൈവം നമ്മെ